എക്സാമിന് പ്രിപ്പയർ ചെയ്തതാരാ? ഞാൻ. കിട്ടാത്തതാർക്കാ? എനിക്ക്. ഇനി ഇതൊന്ന് റിക്കവറി ആയി അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടതാരാ? അതും ഞാൻ. പക്ഷെ പ്രശ്നം വേറെ കുറച്ച് ആൾക്കാർക്കാ. ഞാൻ CA ജേർണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് CA ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഒരു ലിസ്റ്റ് തന്നെ നമ്മളെ മുന്നിൽ വരും. ആരൊക്കെയോ ഫസ്റ്റ് അറ്റംപ്റ്റിൽ CA ക്വാളിഫൈ ചെയ്ത്. അതിന് നല്ല ബുദ്ധിയും വേണം, നല്ല ഭാഗ്യം വേണം. അല്ലെങ്കിൽ ഈ കോഴ്സ് ഇങ്ങനെ തന്നെ ഒരു കോഴ്സാണ്. വേറെ ആരോ മൂന്നാമത്തെ അറ്റംപ്റ്റിൽ 3 മക്കളെ വെച്ചിട്ട് CA ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവും. വേറെ ആരോ അഞ്ചാമത്തേൽ കിട്ടാത്തതുകൊണ്ട് നിർത്തിയിട്ട് ദുബായിൽ CA വാങ്ങുന്നേക്കാൾ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്നുണ്ടാവും. ഡോണ്ട് ലിസൺ ടു ദം. ഡോണ്ട് ലിസൺ ടു ദം. ഓൽക്കൊരു തേങ്ങ അറിയില്ല നിങ്ങൾ എന്തിനാ ഫെയിലായത്, എന്തുകൊണ്ടാണ് ഫെയിലായത്, നിങ്ങൾക്ക് ശരിക്കും പൊട്ടൻഷ്യൽ ഉണ്ടോ, ഇതൊന്നും ഓൽക്കറിയില്ല. ഓൽ ഇതുവരെ CA എന്ന് പറഞ്ഞ കോഴ്സേ പഠിച്ചിട്ടുണ്ടാവില്ല. CA ഫീൽഡിലുള്ള ഒരാളും ഇങ്ങനെ പറയണേ ഞാൻ കേട്ടിട്ടില്ല. ഇവർ പക്ഷേ 5 വർഷം പ്രാക്ടീസ് ചെയ്യണ ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ കോൺഫിഡൻസിലാണ് നിങ്ങളോട് പറയണമെന്നുണ്ടെങ്കിലും ഓൽക്കൊരു തേങ്ങ അറിയില്ല. ഡോണ്ട് ലിസൺ ടു ദം. ഈ അഭിപ്രായ കമ്മിറ്റിനോട് എനിക്ക് പറയാനുള്ളത്, എന്തിനാ നിങ്ങൾക്ക് എന്താ ഇതൊന്ന് കിട്ടുന്നത്? അതായത് നിങ്ങൾ കാരണം എത്ര ആൾക്കാർ സഫർ ചെയ്യുന്നുണ്ടാവും. എൻ്റെ കുറേ ഫ്രണ്ട്സ് ഈ അഭിപ്രായ കമ്മിറ്റി കാരണം ഒരു പരിപാടിക്ക്, ഒരു സൽക്കാരത്തിനും കല്യാണത്തിനും ഒന്നും പോവാത്ത കുറേ ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് വെയ്യത് കേൾക്കാൻ പറഞ്ഞിട്ട് ഒന്ന് നിർത്തിക്കൂടെ? നിങ്ങളിതുകൊണ്ട് ആർക്കും ഒരു ഉപകാരം ചെയ്യണില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ വെറും ഉപദ്രവമാണ് ചെയ്യണത്. കുറേ ആൾക്കാരെ രാത്രിത്തെ ഉറക്കമാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. സോ പ്ലീസ് സ്റ്റോപ്പ് ദിസ്. പ്ലീസ് ബി കൈൻഡ്. ഓക്കെ, ബൈ.